ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായം. പ്രതിപാദ്യ വിഷയം ഭഗവാന്റെ വിവിധ അവതാരങ്ങളുടെ മഹിമയെക്കുറിച്ച് ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് വർണ്ണിച്ചു പറയുന്നു. പണ്ട് ഭൂതലം മഹാർണവത്തിൽ മുങ്ങിപ്പോയ സമയം അനന്തനായ ഭഗവാൻ സൂകരവേഷത്തിൽ അവതരിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേലുയർത്തി തൽസ്ഥാനത്തുറപ്പിച്ചു. തുടർന്ന് അവൻ ആദ്യ രാക്ഷസനായ ഹിരണ്യാക്ഷനെയും തൻ്റെ ദംഷ്ട്രയിൽ കോർത്തു. പിന്നീട് ഭഗവാൻ കർദമ പ്രജാപതിക്ക് തൻ്റെ പത്നി ദേവഹൂതിയിൽ 9 സഹോദരങ്ങൾക്കൊപ്പം കപിലദേവനായി അവതരിച്ച് തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ആത്മോപദേശം നൽകി. ദേവഹൂതി ആ ജന്മത്തിൽ തന്നെ ത്രിഗുണങ്ങളുടെ കളങ്കമകന്ന് മുക്തയായി. പുത്രനില്ലാതിരുന്ന അത്രിമുനിയുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായി ആ ഭഗവാൻ തന്നെ ദത്താത്രേയനായി അവതരിച്ചുകൊണ്ട് അവൻ്റെ പാദരേണുക്കളാൽ പവിത്രമായ ഹൈഹയൻ തുടങ്ങിയ യദുക്കൾക്ക് ലൗകികവും ആധ്യാത്മികവുമായ സകല സൗഭാഗ്യങ്ങളും കോരിച്ചെരിഞ്ഞുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഇക്കാണുന്ന വ്യത്യസ്ത ലോകങ്ങളുടെ സൃഷ്ടിക്കായി ബ്രഹ്മദേവൻ പണ്ട് തപം അനുഷ്ഠിച്ചു. അങ്ങനെ ആ തപസ്സിൽ കാരുണ്യവാനായ ഭഗവാൻ ബ്രഹ്മദേവനിലൂടെ സനത്കുമാരന്മാരായി അവതരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങോ നഷ്ടമായ ആ ആത്മതത്വത്തെ അവർ പൂർണ്ണമായി തന്നെ പുനഃസ്ഥാപിച്ചു. പിന്നീട് ഭഗവാൻ തൻ്റെ സ്വന്തം തപസ്സാൽ ദക്ഷപ്രജാപതിയുടെ മകളും ധർമ്മൻ്റെ പത്നിയുമായ മൂർത്തിയിൽ നരനാരായണന്മാരായി അവതരിച്ചു. ഭഗവാന്റെ തപം മുടക്കാനെത്തിയ സ്വർഗസുന്ദരിമാർ തങ്ങളെപ്പോലെയുള്ള അനേകം സുന്ദരിമാർ അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു പോയി. ഇത്തിരിപ്പോന്ന കുട്ടിയായിരുന്നിട്ട് പോലും തൻ്റെ പിതാവിൻ്റെ മുന്നിൽ വച്ച് ചിറ്റമ്മയുടെ പരുഷവചനങ്ങൾക്ക് മുന്നിൽ മനസ്സ് തളർന്നു പോയ ധ്രുവൻ കാട്ടിൽ പോയി ഘോരമായ തപം ചെയ്ത് ധ്രുവപദം നേടി. ഈ പരമഗതിയെ പ്രാപിക്കാനാണ് ജഗത്തിലെ ഋഷീശ്വരന്മാർ പോലും സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മപദത്തിൽ നിന്നും വഴിപിഴച്ച വേനരാജൻ ബ്രാഹ്മണശാപത്താൽ കത്തിനശിച്ച് നരകത്തിൽ പതിച്ചു. പക്ഷേ അവിടെ വേനൻ്റെ പ്രാർത്ഥനയിലും പശ്ചാത്താപത്തിലും കാരുണ്യവാനായ ഭഗവാൻ അവൻ്റെ പുത്രനായി പൃഥു എന്ന നാമത്തിൽ അവതാരം കൈക്കൊണ്ട് തൻ്റെ പിതാവിനെ നരകത്തിൽ നിന്നും ത്രാണനം ചെയ്തു. പിന്നീട് പൃഥു രാജാവായി ഭൂമിയെ കടഞ്ഞു അവളെ സകലവിധത്തിലും സമൃദ്ധയാക്കി. അതിനുശേഷം ഭഗവാൻ നാഭിയുടെ പത്നിയായ സുദേവിയിൽ ഋഷഭദേവനായി അവതരിച്ചുകൊണ്ട് യോഗചര്യയിലൂടെ പരമപദം പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ലോകത്തിലുള്ള മഹാഋഷികളെല്ലാം പരമോന്നത മാർഗത്തിലൂടെ മുക്തസംഗരായി ഭഗവത് പദം പ്രാപിച്ചു. പണ്ട് ബ്രഹ്മദേവൻ അനുഷ്ഠിച്ച യജ്ഞത്തിൽ നിന്നും ഭഗവാൻ ഹയഗ്രീവനായി അവതരിച്ചു. അവൻ സ്വർണവർണ്ണത്തിൽ വേദമയനായും യജ്ഞമയനായും സകല ദേവതകൾക്കും ആത്മാവായി നിറഞ്ഞു നിന്നു. അവൻ്റെ നിശ്വാസമാത്രയിൽ നാസാരന്ധ്രത്തിലൂടെ സകല വേദങ്ങളും ബഹിർഗമിച്ചു. യുഗാന്തത്തിൽ ഭഗവാൻ മത്സ്യമായി അവതരിച്ച് ക്ഷോണീമയമായ സകല ജീവികൾക്കും അഭയം നൽകുന്നത് തുടർന്നു വരാൻ പോകുന്ന വൈവസ്വതമനുവായ സത്യവ്രതൻ സ്വപ്നത്തിൽ കണ്ടറിഞ്ഞു. കൽപ്പാന്തത്തിൽ പ്രളയജലം കണ്ട് ഭയന്ന ബ്രഹ്മദേവൻ്റെ മുഖത്തു നിന്നും വേദങ്ങൾ നഷ്ടമായി. പക്ഷേ നാരായണൻ മീനായി അവതരിച്ച് ജലത്തിൽ വിഹരിച്ചുകൊണ്ട് അവയെ വീണ്ടെടുത്തു. അന്ന് അമൃതമദനത്തിനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടയുമ്പോൾ മന്ദരപർവ്വതം കടലിൽ താണുപോയി. നിമിഷത്തിൽ തന്നെ ആ ആദിനാരായണൻ കൂർമ്മമായി അവതരിച്ച് പർവ്വതത്തെ തൻ്റെ പൃഷ്ഠഭാഗത്താൽ താങ്ങി നിർത്തി. അങ്ങനെ മന്ദരപർവ്വതം തൻ്റെ പുറത്ത് മുന്നോട്ടും പിന്നോട്ടും ഉരസുന്നതിലുള്ള സ്പർശനാനുഭൂതി അവൻ പാതിമയക്കത്തിൽ അനുഭവിച്ച് ആനന്ദിച്ചു. ഭഗവാൻ നാരായണൻ നരസിംഹമൂർത്തിയായി അവതരിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഗദയുമായി തനിക്കുനേരെ ആക്രോശിച്ചു വരുന്ന ഹിരണ്യകശിപുവിനെ ദംഷ്ട്രാകരാളവക്ത്രനായി നരസിംഹമൂർത്തി തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് അവൻ്റെ മാറ് പിളർന്നു കൊന്നു. അങ്ങനെ ദേവതകളുടെ ഭയം തീർത്തു. സരസിൽ വിഹരിക്കുകയായിരുന്ന ഗജേന്ദ്രൻ്റെ കാലിൽ തന്നേക്കാൾ ശക്തനായ ഒരു നക്രം കടിച്ചതോടെ അവൻ നിരഹങ്കാരനായി ഒരു താമരപ്പൂ പറിച്ച്
തുമ്പിക്കൈയിലെടുത്ത് ഭഗവാൻ നാരായണനെ ഭജിച്ചു. ഗജേന്ദ്രൻ്റെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ ഭഗവാൻ ഗരുഡോപരി വന്ന് സർവശക്തമായ തൻ്റെ സുദർശനം കൊണ്ട് മുതലയുടെ വദനം ഛേദിച്ചു. തുമ്പിക്കൈ പിടിച്ചുയർത്തിക്കൊണ്ട് ഭഗവാൻ നക്രത്തിൻ്റെ പിടിയിൽ നിന്നും ഗജേന്ദ്രനെ മുക്തനാക്കി. ഗുണാതീതനായ ഭഗവാൻ സകല ഗുണങ്ങളെയും അധികരിച്ചുകൊണ്ട് അതിഥിയുടെ ഇളയപുത്രനായി പിറന്ന് അതിയജ്ഞനായി മാറി. കപടവേഷത്തിൽ വടുവായി ചെന്ന് മൂവടി പ്രദേശം ദാനമായി ചോദിച്ച് ബലിയിൽ നിന്നും സകല ഭൂമിയും പിടിച്ചെടുത്തു. അങ്ങനെ ഒരുവൻ എത്ര കണ്ട് പ്രഭുവാണെങ്കിൽ കൂടി യാചനയിലൂടെയല്ലാതെ മറ്റൊരുവൻ്റെ ധാർമ്മികാർത്ഥത്തെ നേടാൻ സാധ്യമല്ലെന്ന് പഠിപ്പിച്ചു. ഭഗവാൻ ഹരിയുടെ ചരണാമൃതം ശിരസിലേന്തിയ ബലിചക്രവർത്തിക്ക് താൻ വെട്ടിപ്പിടിച്ച സ്വർഗമോ സാമ്രാജ്യമോ ഒന്നും തന്നെ തൻ്റെ വാക്കിനേക്കാൾ വലുതായിരുന്നില്ല. സ്വന്തം ശരീരം പോലും ധർമ്മിഷ്ഠനായ അദ്ദേഹം തൻ്റെ സത്യത്തെ സാധൂകരിക്കാനായി ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചവെച്ചു. ഓരോ മന്വന്തരങ്ങളിലും മനുവിൻ്റെ അനന്തരാവകാശിയായി അവതരിച്ചുകൊണ്ട് ദുഷ്ടരാജാക്കന്മാരെ തൻ്റെ സുദർശന ചക്രത്താൽ നിഗ്രഹിച്ചുകൊണ്ട് അവൻ തൻ്റെ മഹിമയെ സത്യലോകം വരെ ഉയർത്തി. പിന്നീട് ധന്വന്തരീമൂർത്തിയായി അവതാരമെടുത്തുകൊണ്ട് ആതുരരായവർക്ക് ആശ്വാസമേകി. പാലാഴിയിൽ അമൃതമായി പൊന്തി വന്ന് അവൻ ലോകത്തിന് വൈദ്യശാസ്ത്രത്തെ നൽകി അനുഗ്രഹിച്ചു. ഭൂപതികൾ ധർമ്മത്തിൽ നിന്നും വഴിപിഴച്ച് നരകകാമികളായി മാറിയപ്പോൾ ഭൂമിയിലെ മുള്ളുകളായ ഈ ദുഷ്ടരാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യാനായി ഭഗവാൻ പരശുരാമനായി അവതരിച്ചു. വീണ്ടും അത്യന്തം കരുത്തോടെ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ ശ്രീരാമചന്ദ്രനായി അവതാരമെടുത്തു. താതനിയോഗാർത്ഥം പ്രിയയായ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി കൊട്ടാര സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് കുറേ കാലം ഘോര വനാന്തരങ്ങളിൽ കഴിഞ്ഞു. അവിടെ വച്ച് ദശകന്ധരനായ രാവണൻ സീതാദേവിയെ അപഹരിച്ചതിൽ ഭഗവാന് അവനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. തൻ്റെ പ്രിയയായ സീതാദേവിയുടെ വിരഹത്തിൽ മനംനൊന്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹരനു സമം ജ്വലിച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ ശത്രുവായ രാവണൻ്റെ കോട്ടയെ ആക്രമിച്ചു. ഭഗവാന്റെ നേത്രാഗ്നിയിൽ ചുട്ടുകരിയാൻ തുടങ്ങിയ മകര ഉരക നക്രങ്ങളുടെ ദയനീയാവസ്ഥയെ കണ്ട് ഭീതിപ്പെട്ട് വിറച്ചുകൊണ്ട് മഹാസമുദ്രം ഭഗവാന് വഴിമാറിക്കൊടുത്തു. യുദ്ധത്തിനിടയിൽ ഇന്ദ്രൻ്റെ ആനയുടെ കൊമ്പ് രാവണൻ്റെ നെഞ്ചിൽ തട്ടി മുറിഞ്ഞ് അതിൻ്റെ അംഗങ്ങൾ ദിക്കുകൾ തോറും തെറിച്ചു വീണു. അവയുടെ സ്ഫുരണത്താൽ സകല ദിക്കുകളും പ്രകാശിച്ചു. ഇത് കണ്ട് ആത്മധൈര്യം മൂർച്ഛിച്ച രാവണൻ യുദ്ധക്കളത്തിൽ ഇറങ്ങി നിന്ന് വിജയശ്രീലാളിതനെന്നോണം ആർത്തട്ടഹസിച്ചു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഭഗവാൻ രാമചന്ദ്രൻ്റെ ഞാണൊലി ആ അട്ടഹാസത്തെ മുച്ചൂടും തകർത്ത് സീതാപഹാരകനായ ആ നിശാചരൻ്റെ ജീവനെടുത്തു. സുരേതരന്മാരായ യോദ്ധാക്കളാൽ ലോകഭാരമേറിയപ്പോൾ അവരെ ഇല്ലാതാക്കി ഭൂമിയെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണകേശനായി ശ്രീകൃഷ്ണ പരമാത്മാവായി അവതരിച്ചു. അതുല്യമായ അവൻ്റെ ലീലകൾ ആരാലും വർണ്ണിക്കപ്പെടാൻ അസാധ്യമാണ്. മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നും താഴത്തിറങ്ങിയിട്ടില്ലാത്ത ഒരു പിഞ്ചുകുഞ്ഞ് പൂതന എന്ന ഒരു രാക്ഷസിയെ നിഗ്രഹിച്ചു. 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമിടുക്കൻ തൻ്റെ കുഞ്ഞിക്കാലുകൊണ്ട് ശകടാസുരനെ തട്ടിയെറിഞ്ഞു. ആകാശം മുട്ടെ വളർന്നു നിന്ന 2 അർജുനമരങ്ങളെ മുട്ടിലിഴഞ്ഞുകൊണ്ട് അവൻ ഉന്മൂലനം ചെയ്തു. കാളിയൻ്റെ ജിഹ്വയിൽ നിന്നും വമിച്ച വിഷജലം കുടിച്ച് ഗോപന്മാരും അവരുടെ പശുക്കൂട്ടങ്ങളും മരിച്ചപ്പോൾ കാരുണ്യവർഷം പൊഴിച്ച് അവരെ ഭഗവാൻ പുനർജീവിപ്പിച്ചു. പതുങ്ങിയിരുന്ന കാളിയൻ്റെ ഭണത്തിൽ നൃത്തം ചെയ്ത് അവൻ്റെ ദർഭമടക്കി. അന്നൊരിക്കൽ രാത്രിയിൽ വ്രജഭൂമിയിൽ സർവരും സുഖമായി ഉറങ്ങുന്ന സമയം വനത്തിൽ പെട്ടെന്ന് അഗ്നിബാധയുണ്ടായി. ആരുമറിയാതെ ഭഗവാൻ ബലരാമനോടൊപ്പം ചെന്ന് അഗ്നിരൂപത്തിൽ വന്ന ആ മൃത്യുവിൽ നിന്നും വ്രജവാസികളെ രക്ഷിച്ചു. മണ്ണു തിന്നുന്നതിന് ശിക്ഷിക്കാനായി ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞിക്കൈകൾ കൂട്ടി കയറുകൊണ്ട് കെട്ടാൻ ഭാവിച്ച ദേവി യശോദ എത്ര കൂട്ടിയിട്ടും കയറിൻ്റെ നീളം പോരാഞ്ഞ് ദുഃഖിച്ചു വലഞ്ഞു. ഒടുവിൽ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ പരിശ്രമം ഉപേക്ഷിച്ച മാതാവിനോട് കരുണ കാട്ടി തന്നെ ബന്ധിച്ചു കൊള്ളാൻ അവൻ അനുമതി നൽകി. തുടർന്ന് താൻ മണ്ണുണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുവ പിളർന്നു കാട്ടുമ്പോൾ അവൾ 7 ഭുവനങ്ങളും ആ പരമപുരുഷൻ്റെ വായിൽ കണ്ടു. സംഭ്രമിച്ചുഴന്ന ദേവി മറ്റൊരു തരത്തിൽ അവൻ്റെ യോഗമായെ മനസ്സിലാക്കി. വരുണൻ്റെ പിടിയിൽ നിന്നും തൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിച്ചു.
മയൻ്റെ പുത്രൻ്റെ ഗുഹയിൽ നിന്നും അന്യഗോപാലന്മാരെയും അവൻ തിരിച്ചു പിടിച്ചു. മാത്രമല്ല, ദിവസം മുഴുവൻ പണിയെടുത്ത് തളർന്ന് രാത്രി മുഴുവൻ ഉറങ്ങിക്കിടന്ന വൃന്ദാവനത്തിലെ അന്തേവാസികൾക്കെല്ലാം വൈകുണ്ഠ ദർശനം നൽകി അവൻ അവരെ അനുഗ്രഹിച്ചു. പണ്ടൊരിക്കൽ തൻ്റെ ഹവിർഭാഗം നഷ്ടപ്പെട്ടതിലുണ്ടായ കോപത്താൽ ദേവേന്ദ്രൻ 7 ദിവസം തുടർച്ചയായി വൃന്ദാവനത്തിൽ കൊടും പേമാരി വർഷിച്ചുകൊണ്ട് പ്രജവാസികളെ ദുഃഖത്തിലാഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ പരമകാരുണ്യവാനായ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം തൻ്റെ പൂവിരൽ തുമ്പിൽ ഉയർത്തിപ്പിടിച്ച് സകല വ്രജവാസികളെയും അതിനുള്ളിലാക്കി ഇന്ദ്രൻ്റെ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. രാത്രിയിൽ നിലാവത്ത് ഭഗവാൻ ഗോപികമാരോടൊപ്പം രാസലീല കൊണ്ടാടുന്ന സമയം വ്രജഭൂമിയിലെ ഗോപവധുക്കൾക്ക് ഉല്ലാസം പകരവേ കുബേരാനിയായ ശംഖചൂടൻ എന്ന ഒരസുരൻ ഗോപികമാരെ അപഹരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവൻ്റെ തലയറുത്ത് ഗോപസുന്ദരികളെ രക്ഷിച്ചെടുത്തു. പ്രലംബൻ, ധേനുകൻ, ബകൻ, കേശി, ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ രാക്ഷസന്മാരും കുപലയപീഠം എന്ന ആനയും കംസനും യവനനും നരകാസുരനും പൗണ്ഡ്രകനും സാൽവനും ദ്വിവിധനും ബല്വലനും ദന്തവക്രനും സപ്തേശനും ശംബരനും വിദൂരതനും രുക്മിയും യോദ്ധാക്കളായ കാംബോജനും മത്സ്യനും കുരുവും സുയജ്ഞനും കേകയനുമൊക്കെ ഭഗവാനോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ പടപൊരുതി ആ പരമപദം പ്രാപിച്ചു. സത്യവതിയുടെ പുത്രനായ വ്യാസഭഗവാനായി ആ നാരായണൻ അവതരിക്കുമെന്നും അതുവഴി അല്പായുസുക്കളായ സാധാരണ ജനങ്ങൾക്ക് അഗ്രാഹ്യമായ വേദങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളായി യുഗാനുസരണം വിഭജനം ചെയ്യുമെന്നും ബ്രഹ്മദേവൻ നാരദരോട് പറയുന്നു. കൂടാതെ ഈശ്വരദ്വേഷികളായ മനുഷ്യർ ജ്ഞാനം നേടി മയൻ്റെ സൃഷ്ടിയിലുയർന്ന സാങ്കേതികത്വത്തിലൂടെ അഗോചരമായി വ്യത്യസ്ത ലോകങ്ങൾ ചുറ്റിക്കറങ്ങി മറ്റുള്ള ജീവന്മാരെ പരാജയപ്പെടുത്തുമ്പോൾ ഭഗവാൻ നാരായണൻ ബുദ്ധനായി ചമഞ്ഞ് ധർമ്മജ്ഞാനം നൽകി അവരെ അമ്പരപ്പിക്കുമെന്നും വിരിഞ്ചൻ നാരദരോട് പറയുന്നുണ്ട്. തുടർന്ന് കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദ്വിജന്മാരായ ജനങ്ങളുടെ ഗൃഹങ്ങളിൽ പോലും ഭഗവാൻ ഹരിയുടെ മഹിമകളെ വാഴ്ത്താതെ വരുമ്പോൾ, കൂടാതെ ശൂദ്രന്മാരായ മനുഷ്യർ രാജാക്കന്മാരായി രാജ്യഭരണം ഏറ്റെടുത്ത് ഇവിടെ യാഗമോ യജ്ഞമോ ഒന്നും തന്നെ ഇല്ലാതാകുന്ന കാലം വരുമ്പോൾ ആ പരമപുരുഷൻ കൽക്കിയായി അവതരിക്കുമെന്നും വിരിഞ്ചൻ നാരദരോട് പറയുന്നു. സൃഷ്ടിയുടെ തുടക്കത്തിൽ ഇവിടെ ബ്രഹ്മദേവനോടൊപ്പം തപസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ സപ്തർഷികൾ വേണ്ടതെല്ലാം ഇവിടെ സുലഭമാക്കി. പിന്നീട് സൃഷ്ടിയുടെ പരിപാലനത്തിനായി വിഷ്ണുവിനോട് ചേർന്ന് മനുവും മറ്റു ദേവതകളും രാജാക്കന്മാരും കൂടി ഇവിടെ ധർമ്മത്തെയും നിലനിർത്തി. പക്ഷേ കൽപ്പാന്തത്തിൽ പ്രളയാർത്ഥം ഇവിടെ പരമേശ്വരനും കൂടെ കുറെ നിരീശ്വരവാദികളായ മനുഷ്യരും മാത്രമായി. പക്ഷേ ഇവരെല്ലാം ആ കാരുണ്യമൂർത്തിയുടെ മായാ പ്രതിനിധികളായിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമമായ ശക്തിയെ ഇവിടെ ആർക്കും ഗണിക്കാനാകില്ല. മഹത്തുക്കളായുള്ളവർ ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ സകല പരമാണുക്കളെയും എണ്ണിത്തിട്ടപ്പെടുത്തിയേക്കാം. പക്ഷേ ത്രിവിക്രമനായി ചെന്ന് സത്യലോകമടക്കം സകല ലോകങ്ങളെയും തൻ്റെ പാദദ്വയത്താൽ ഉയർത്തിയ ഭഗവാനെ ആർക്കും അറിയാൻ സാധ്യമല്ല. ആദ്യാവതാരമായ ആദിശേഷന് 10 തലകളുണ്ടായിട്ട് പോലും ആ പരമപുരുഷൻ്റെ മഹിമകൾ വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. സർവാത്മന ആ നാരായണനിൽ അടിയറ വച്ചിട്ടുള്ള ജീവനിൽ മാത്രമേ അവൻ്റെ പരമകാരുണ്യമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവർ ദുസ്തരമായ ഈ മായാസമുദ്രത്തെ മറികടക്കുകയും അവനെ അറിയുകയും ചെയ്യുന്നു. പക്ഷേ നായ്ക്കൾക്കും കുറുനരികൾക്കും ഭക്ഷണമായ ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുന്നവർക്ക് ഒരു കാലത്തും അവൻ്റെ തത്വം തെളിഞ്ഞു കിട്ടുകയില്ല. ഭഗവാൻ ഹരി ശാശ്വതവും പ്രശാന്തവും ഭയരഹിതവും പ്രതിബോധിതമാത്രവും ശുദ്ധവും അഭിന്നവും സകല കാര്യകാരണങ്ങളുമാകുന്ന പാരമാർത്ഥിക തത്വമാണ്. മായ അവൻ്റെ തിരുമുന്നിൽ നിന്നും നാണത്തോടെ പറന്നകലുന്നു. ശോകത്തെ അകറ്റി അനന്തമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മം എന്ന് ഇവൻ അറിയപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ആധ്യാത്മികാനുഭൂതിയിൽ ഒരുവന് ഒരു ജ്ഞാനിയെപ്പോലെ ആത്മനിയന്ത്രണമോ ധ്യാനമോ ഒന്നും തന്നെ ചെയ്യേണ്ടതായില്ല. ജലത്തിനായി ഇന്ദ്രന് കിണർ കുഴിക്കേണ്ട ആവശ്യം ഇല്ലെന്നുള്ളതുപോലെ ആ ഭക്തന് ആത്മശാന്തിക്ക് വേണ്ടി കൂടുതൽ യത്നിക്കേണ്ട ആവശ്യമില്ല. ജീവികൾ
ആത്മീയമായും ഭൗതികമായും ഏതുവിധമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അതിൻ്റെ എല്ലാം ഫലം നൽകുന്നത് ഭഗവാൻ ശ്രീഹരിയാണ്. അവനാണ് സകല ഐശ്വര്യങ്ങളുടെയും നായകനും ദാതാവും. ജീവൻ അജമാണ്. ഭൗതിക ശരീരത്തിന് സർവനാശം ഭവിക്കുമ്പോഴും അവ നശിക്കുന്നില്ല. മറിച്ച് വായുവിനെപ്പോലെ അത് സദാകാലവും നിലനിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ കാരകനായ ആ പരമപുരുഷൻ്റെ അനന്തമായ മഹിമകളെക്കുറിച്ച് ബ്രഹ്മദേവൻ ശ്രീനാരദരോട് പറയുകയാണ്. ഭഗവാൻ ഹരിയല്ലാതെ ഇവിടെ സത്തായിട്ടും അസത്തായിട്ടും ഒന്നും തന്നെയില്ല. ഈ ഭഗവത് തത്വം തനിക്ക് ആ ഭഗവാനാണ് സംഗ്രഹിച്ചരുളിയതെന്നും അവൻ്റെ ഈ ആധ്യാത്മിക വിഭൂതിയെ നാരദർ വിപുലമാക്കി പ്രചാരം ചെയ്യണമെന്നും സാധാരണ ജനങ്ങൾക്ക് സർവഹൃദയസ്ഥനായ ഭഗവാനിലുള്ള ഭക്തിയും ആധ്യാത്മിക ജ്ഞാനവും ഇതുകൊണ്ട് വർദ്ധിക്കുമെന്നും ഉള്ള സങ്കല്പത്തോടെ സകലതിനും ആധാരമായ ഈ ആത്മജ്ഞാനത്തെ അങ്ങ് പറഞ്ഞു നടക്കണമെന്നും ശ്രീ നാരദരോട് ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നു. ഈശ്വരൻ്റെ മായാശക്തിയെ നിത്യവും സന്തോഷത്തോടെ ഭക്തിയോടെ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിസ്സംശയമായും അവൻ്റെ മായയെ മറികടന്ന് നാം മുക്തരാകുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 7ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.